ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ശനിയാഴ്ച ഇപ്പോൾ ഉമ്മ വരുന്നുണ്ട്, പിന്നെ പെങ്ങളുടെ കുട്ടികളും, പിന്നെ ഉമ്മയുടെ ഏട്ടത്തി മൂത്തുമ്മയുടെ മക്കളുടെ മക്കൾ, മൂത്തുമ്മയുടെ പേരക്കുട്ടികൾ കേട്ടോ. മക്കളില്ല, പേരക്കുട്ടികൾ 2 പേരുണ്ട്, മൂത്ത ആളുടെയാണ്. അപ്പോൾ അവർ 2 പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്നൊരു കൂടൽ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഉമ്മയും പെങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മൂത്തമ്മയും വരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. മൂത്തമ്മ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അങ്ങനെ അവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ വരുമ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ചാളയൊക്കെ മേടിച്ച് അങ്ങനെ കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് ചാറാണ് വെക്കുന്നത്. ഉമ്മ പൊറോട്ട മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊറോട്ടയ്ക്ക് കഴിക്കാനായിട്ട് മീൻ കറി ആക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് മീൻ ഞാൻ മുളകും ഉപ്പും മഞ്ഞളൊക്കെ പരട്ടിയിട്ട് കുറച്ച് വറുക്കാനുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പൊറോട്ട മേടിക്കുമ്പോൾ നമുക്ക് മീൻ പൊരിച്ചതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ വറുക്കാൻ വെച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നാളെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഓടില്ല, അതവിടെ തന്നെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അവർ ഉച്ചയ്ക്ക് ബിരിയാണി മേടിക്കണമെന്നോ മന്തി മേടിക്കണം അങ്ങനെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നാളെ അരച്ച് വെക്കാണ്ടാണ് കേട്ടോ. ഇതാകുമ്പോൾ ഞങ്ങൾക്ക് കഴിയുള്ളൂ. എല്ലാവർക്കും മുളക് ചാറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലത്തെ എല്ലാം കാണിക്കുന്ന ഒരു 11-10 മണിയൊക്കെ ആയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മീൻ കറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഓടിപ്പോയി കുളിച്ചു കേട്ടോ. മീൻ കറിയൊക്കെ ആയതിന് ശേഷം പോയി കുളിച്ചു. അപ്പോൾ മീൻ നന്നാക്കാണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വെച്ചതാണ്. പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതവിടെ ഇട്ടു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഓടിപ്പോയി കുളിച്ച് അലക്കാനൊക്കെ കുറച്ചൊക്കെ വാഷിംഗ് മെഷീനിലുണ്ട്. അപ്പോൾ കുറച്ച് രാവിലെ ഞാൻ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഷീറ്റിൻ്റെ മുകളിലിടുന്ന കാരണം തന്നെ വേഗം ഉണങ്ങി കിട്ടുമല്ലോ, നല്ല ചൂടല്ലേ. അപ്പോൾ അത് കുറച്ച് ഉണങ്ങി, ബാക്കിയുള്ളതും കൂടി ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ലാസ്റ്റ് ഇടുന്നുള്ളൂ, അത് നമുക്ക് അയലിൽ ഇടാമെന്ന് വെച്ചിട്ടാണ്. ഷീറ്റിൻ്റെ മുകളിൽ മക്കളുടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ മുകളിൽ ഇടുന്നതാണ്. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞു, ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലവേദനയും ഛർദിയൊക്കെ ആയിട്ട് 2-3 ദിവസം അതും കൊണ്ടുള്ള ഓട്ടത്തിലായിരുന്നു കേട്ടോ. വയ്യായികയാണ്, ഹോസ്പിറ്റലിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അത് നമുക്കറിയാം, പ്രഷർ കുറഞ്ഞിട്ടാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഡോക്ടറത്തേക്കൊന്നും പോയിട്ടില്ല. ഞാൻ ചെറുനാരങ്ങ ഉപ്പിട്ട് കുടിച്ചു, സോഡ അടിച്ച് കുടിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പോയി കഴിഞ്ഞാൽ ഡോക്ടർ അതിനെ ചീത്ത പറയും, എന്നും പ്രഷർ കുറഞ്ഞിട്ടാണ് വരുന്നത്, എന്താണ് ഇത്രയ്ക്കധികം ടെൻഷൻ, എന്താണ് ഇത്രയ്ക്ക് ആലോചന എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയലാണ്, ഉറക്കം ശരിയാവേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനിയും പോയി കഴിഞ്ഞാൽ ചീത്ത കേൾക്കും. അപ്പോൾ പിന്നെ അതിനും ഭേദം നമ്മളിവിടെ ഉപ്പിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കല്ലേ നല്ല വെച്ചിട്ട് അങ്ങനെ മോനെ വിട്ട് ചെറുനാരൊക്കെ മേടിപ്പിച്ച് അങ്ങനെ അത് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഉമ്മ വന്നിട്ടുണ്ട്, ഉമ്മ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാത്തൂസ് ഉമ്മയുടെ കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് ആദ്യം ഞാൻ അവിടേക്കാണ് പോയത്. ഉമ്മാക്ക് ചായ കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞ് നീ പോയിട്ട് പോയി. അപ്പോൾ ഞാനും സുഡാപ്പിയും കൂടിയിട്ടാണ് പോയത് കേട്ടോ. ദിലു ക്യാമ്പിന് പോയേക്കാരും, ദിലു വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഏകദേശം വരാറായിട്ടുണ്ട്, വരുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവൻ കാലത്തൊന്നും കഴിക്കാണ്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 11 മണിയല്ല 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലേക്ക് ഞാൻ ഓടിപ്പോയി, നേരം വൈകി. ഇനിയിപ്പോൾ ഉച്ചവരെയല്ലേ ഉണ്ടാവുള്ളൂ, ഇന്ന് ശനിയാഴ്ചയും കൂടി ആയ കാരണം കൊണ്ട് ഉച്ചവരെ ഉണ്ടാവുള്ളൂ വെച്ചിട്ട് അങ്ങനെ ഓടിപ്പോയതാണ് കേട്ടോ. ഞാൻ പകുതി എത്തിയപ്പോഴേക്കും എൻ്റെ കൂടെ സുഡാപ്പിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പാത്തൂനെ കാണാണ്ട്. പിന്നെ ആളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അടുത്ത ആൾ വന്നു, ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോൾ ആൾക്ക് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ ഒന്ന് എടുത്തു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഉമ്മ വരുമ്പോൾ ഉമ്മ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മുളകിട്ട മീൻ കറിയും കൂടി ഉണ്ട്, മത്തിക്കറി.
അപ്പോൾ അതൊക്കെ കൂട്ടി ഇനിയിപ്പോൾ ദിലുവിന് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ. കാലത്തൊന്നും കഴിക്കാണ്ട് പോയതല്ലേ. അങ്ങനെ മൂത്താൾക്ക് ഇത് ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ, പൊറോട്ടയൊക്കെ എടുത്ത് കൊടുത്തേ. പിന്നെ ഉമ്മ വരുമ്പോൾ മേടിച്ചുകൊണ്ടെന്നാണ് കേട്ടോ. ജിലേബിയൊക്കെ അവർ പൊട്ടിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ബാക്കിയുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. പിന്നെ അത് പേരയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ തേൻനിലാവ്, അത് ശർക്കര കൊണ്ടുള്ള തേൻനിലാവാണ് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ ദേ ആപ്പിളുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഉമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂത്തമ്മ വന്നു കേട്ടോ. മൂത്തമ്മ വന്നപ്പോൾ ഇതേ ചോക്കോസ് ഒരു മാല പോലെ ഇത് എല്ലാവരും ഉണ്ടല്ലോ, എണ്ണ അനുസരിച്ച് അങ്ങനെ മേടിച്ചുകൊണ്ടെന്നാണ് കേട്ടോ. പിന്നെ ഈ മധുരമുള്ള ഈ കേക്ക് 2 പീസായിട്ടുള്ള മധുരമുള്ള കേക്ക് അങ്ങനെ രണ്ട് കളറായിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ നമ്മുടെ ബിസ്ക്കറ്റാണ് കേട്ടോ, അത് 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോലുമിഠായിയൊക്കെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവർക്ക് വേഗം ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പെങ്ങൾ വൈകുന്നേരമായിട്ടാണ് എത്തിയത്. അപ്പോൾ അത് വരാറായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അത് പെങ്ങൾ വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ വരും എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചായ വെച്ച് അടുപ്പത്ത് വെച്ചപ്പോഴാണ് പറയുന്നത് ഗേറ്റ് അടയിൽ പെട്ടു. അവിടെ ട്രെയിൻ 2-3 പോകാൻ കിടക്കുന്നുണ്ട്, അവർ അറ്റത്താണുള്ളത്. അപ്പോൾ കുറച്ച് നേരം വൈകുന്നു. അപ്പോൾ പിന്നെ അവരെ വെയിറ്റ് ചെയ്തില്ല, ഇവിടെ ഉള്ളവർക്ക് ചായ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവർക്ക് ചായ കൊടുത്തു കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് തണുത്ത എന്തെങ്കിലും മതിയെന്ന്. അപ്പോൾ ഞാനിവിടെ നന്നാറി ഇരിക്കുന്നുണ്ടായിരുന്നു, ചെറുനാരങ്ങയൊക്കെ മേടിച്ച് അതൊക്കെ കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അവർ വന്നിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ അതേ ചായ കൊടുക്കാൻ അവർ കൊണ്ടുവന്ന പലഹാരം തന്നെ ഞാൻ എടുത്ത് കൊടുത്തത്. അങ്ങനെ അവർ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അവരെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും വന്ന തിരക്കില്ലാതെ അങ്ങോട്ട് വിട്ടുപോയതാണ് കേട്ടോ. എന്നും പറ്റുന്നൊരു അബദ്ധം അങ്ങനെയാണ്, എല്ലാവരും വരുമ്പോൾ ആ വീഡിയോസ് അങ്ങോട്ട് എടുക്കാൻ വിട്ടുപോകും കേട്ടോ. ഇതെൻ്റെ പാത്തൂസും പിന്നെ അതുപോലെ തന്നെ വാവാച്ചി, ഇതാണ് കേട്ടോ പെങ്ങളുടെ കുട്ടി, ഈ നെല്ലിക്ക കൈ പിടിച്ച് നിൽക്കുന്നത്. ഇത് മൂത്തമ്മയുടെ പേരക്കുട്ടി കേട്ടോ. പിന്നെ ഇത് സുഡാപ്പിയുടെ കൂടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അതൊരാൾ കേട്ടോ. പിന്നെ പെങ്ങളുടെ മൂത്തത് പിന്നെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ, അപ്പം തന്നെ ഓടിപ്പോയി മുമ്പിൽ നിന്ന്. അങ്ങനെ ഇത് വൈകുന്നേരം സന്ധ്യ ആയപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കളിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്, നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അവർ കളിയുടെ തിരക്കും പിന്നെ നമ്മളും പണിയുടെ തിരക്കും, അതിൻ്റെ ഇടയിൽ ഇവർ വന്നപ്പം വെള്ളവും ഇല്ല, ആകെ പെട്ടു കേട്ടോ. പിന്നെ വൈകുന്നേരമായപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം മന്തി കഴിക്കണമെന്ന്. അങ്ങനെ കുഴിമന്തി കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മോനും പെങ്ങളും പെങ്ങളുടെ മൂത്ത മോളും ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് കേട്ടോ മന്തി മേടിക്കാനായിട്ട് പോയത്. സാധാരണ വിളിച്ച് പറയാറാണ്, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഷോപ്പ് അവിടെ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ഇതേ ഗേറ്റട ഞങ്ങൾക്കും കിട്ടി കേട്ടോ. ഗേറ്റട അങ്ങനെ വന്നിരുന്നത് ഇപ്പോൾ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെങ്ങളെ മോൾ പറയുന്നുണ്ട് അങ്ങോട്ട് വരുമ്പോൾ ഇത് തന്നെയായിരുന്ന അവസ്ഥ, ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോയത്. അങ്ങനെ ഇതേ ഞങ്ങൾ ഷോപ്പിലെത്തി. റീം റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മന്തി മേടിക്കാനായിട്ട് കയറിയത്. അൽഫാം മന്തിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരവിടെ പാർസൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ അവിടെയൊക്കെ കുറച്ച് ഭാഗം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അവിടെ നിന്ന്. പിന്നെ അതേ ഞാനും നാത്തൂൻ്റെ മൂത്ത മോളാണ് കേട്ടോ ഇത്. അപ്പോൾ ആളോട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ അതേ വീട്ടിലെത്തി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.